അർച്ചനയ്ക്ക് വേണ്ടി വാടകയ്ക്ക് വീടെടുക്കുന്ന കാർത്തിയായനി. നല്ല ദിശയിലേക്കാണല്ലോ തൂവിയത്. അർച്ചനയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ സാറേ? അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് സുധി അറിയുന്നു. ഒരു കള്ളക്കളിയും ഇല്ലമ്മേ. സുധി എന്നെ റിസൾട്ട് കാണിച്ചതല്ലേ. ഏതു പരീക്ഷണത്തിലും സുധിക്കൊപ്പം നിൽക്കുമെന്ന് നിരഞ്ജന. റിസൾട്ട് എവിടെ? അമ്മയും കുഞ്ഞും രണ്ടാവാൻ കാത്തിരിക്കുക മറ്റുള്ളവര്. അമ്പാടി വീടിനോട് യാത്ര പറയാനൊരുങ്ങുന്ന അർച്ചന. എനിക്കറിയാം മോളെ. രാത്രി മഴ തുടരുന്നു. എന്റെ മക്കളെക്കാൾ മനസ്സലി ഉള്ളത് അവക്ക. പിന്നെ കളഞ്ഞു കിട്ടിയ മോതിരവ രേവതി പണയം വെക്കാൻ കൊണ്ടുപോയത്. രക്ഷപ്പെടാൻ അവൾ അർച്ചനയുടെ പേര് പറഞ്ഞതാ. അർച്ചന ആ കുറ്റം ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താനെ? സത്യമാണോടി നീ പറയുന്നേ? ഞാനെന്തിനാ എന്റെ മക്കളെ പറ്റി കള്ളം പറയുന്നത്? കഥയറിയാതെ നിങ്ങളിവിടെ വന്ന് എന്തെല്ലാം പരാക്രമം അർച്ചനയോട് കാണിച്ചു. എതിർത്തൊരക്ഷരം അവള് പറഞ്ഞോ? രേവതിക്കൊരു ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ അവൾ ആ പേരുദോഷം കൂടി ഏറ്റെടുത്തു. ഒരബദ്ധമൊക്കെ പറ്റിപ്പോയെങ്കിലും അവള് ജീവിച്ചത് നമുക്ക് വേണ്ടിയാ. അതിനെന്താ, പ്രസവം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? നാളെ നിങ്ങൾ അവളെയും കൊണ്ട് പോകുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട്. ആ വീട് എനിക്കൂടെ ഒന്ന് കാണണം. പിന്നീട് നിങ്ങൾ സ്ഥലത്തില്ലെങ്കിലും എനിക്ക് പിള്ളേരെ കൂട്ടി പോവാല്ലോ. നാളെ എന്തിനാടി വരുന്നേ? വേറെ ദിവസം പോയാ പോരെ? പോരാ, എനിക്ക് വരണം. പത്തനംതിട്ടയിൽ തനിച്ച് ഇങ്ങോട്ട് വരാൻ നിനക്കറിയോ? എങ്കിൽ പിന്നെ വാ. അപ്പൊ നിങ്ങൾ തിരിച്ചു വരുന്നില്ലേ? എനിക്ക് മുതലാളിയെ കാണാൻ പോണം. അതുകൊണ്ടല്ലേ നാളെ തന്നെ കൊണ്ടുവിടാമെന്ന് വെച്ചത്. എന്നാ ജീപ്പ ഞാൻ ഇങ്ങോട്ട് പോന്നോളാം. ആ ജീപ്പ് നാളെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അതിന് നാളെ വേറെ ഓട്ടോ ഉണ്ട്. മോളെ, മോൾ ഇവിടെ വന്നിരുന്ന് കരയുമെന്ന് എനിക്ക് മനസ്സിലായി. അച്ചുവേച്ചി പോകുന്നതിന്റെ സങ്കടം എനിക്കല്ലേ കൂടുതൽ. സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും അച്ചുവേച്ചി പോവല്ലേ. എവിടെ ജീവിച്ചാലും അച്ചുവച്ചിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവില്ലേ? എനിക്ക് വേറെ ഓർക്കാൻ എന്താ ഉള്ളത്? അച്ചുവേച്ചി ഇത് കൊണ്ടുപോകണം. എല്ലാ വിവരങ്ങളും നമുക്ക് അപ്പപ്പ അറിയാൻ പറ്റും. അയ്യോ വേണ്ട മോളെ, ഈ വീട്ടിൽ ആകെയുള്ള ഫോണല്ലേ. സജിയുടെ ഫോണൊക്കെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്തു. ചിറ്റപ്പം പോയാ ഇങ്ങോട്ട് വിളിക്കണ്ടേ? ഞാൻ ഇതും കൊണ്ട് പോയാ എങ്ങനെയാ? അതോർത്ത് അച്ചുവേച്ചി വിഷമിക്കണ്ട. ഞാൻ പുതിയൊരു ഫോൺ നാളെ വാങ്ങാം. എന്നിട്ട് നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. എന്നാലും വേണ്ട മോളെ, ചിറ്റപ്പൻ നിന്നെ വിളിക്കുന്ന ഫോണായത്. നിന്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ വിളിക്കില്ലേ? അച്ഛൻ്റെ കോള് അച്ചുവേച്ചി എടുക്കാതിരുന്നാ മതി. അച്ഛൻ ഇന്ന് ഫീഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തു. പിടിക്ക് അച്ചുവേച്ചി. ചിറ്റപ്പൻ നിന്റെ ഫോൺ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കില്ലേ? കള്ളം പറയാനൊന്നും പറ്റില്ല. ഇതിൽ വിളിച്ച റിങ് ചെയ്യില്ലേ? അച്ഛൻ്റെ നമ്പർ അച്ചുവേച്ചി റിജക്ട് ലിസ്റ്റിൽ ഇട്ടാ മതി. അച്ഛനെ എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയാം. ഇത് അച്ചുവേച്ചിയുടെ കയ്യിൽ വേണം. ഇതിന്റെ ഉപയോഗം എത്ര വലുതാന്ന് അച്ചുവേച്ചിക്ക് അറിയില്ലേ? ആ ഡോക്ടറെ വിളിക്കാൻ അച്ചുവേച്ചി എന്ത് ചെയ്യും? നീ പറഞ്ഞത് ശരിയാ മോളെ. സമയത്തിന് ഞാൻ റീചാർജ് ചെയ്തു തരാം. ഇതുകൂടി വെച്ചോ. ഇപ്പൊ ഒരു ധൈര്യം തോന്നുന്നുണ്ട് മോളെ. അച്ചുവേച്ചി ഇത് ബാഗിൽ കൊണ്ടുവയ്ക്കും. നാളത്തെ തിരക്കിനിടയിൽ ഇത് മറന്നു പോകരുത്. ഞങ്ങളത് വിശ്വസിക്കാം മോളെ. പക്ഷേ ഒരിക്കൽ കൂടി നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. അവന്റെ കൂടെ നീയും പോണം. ഒരു ലാബിലെ ടെസ്റ്റിന്റെ റിസൾട്ട് മാത്രം വെച്ച് ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയോ? അവിടെ ഒരു അബദ്ധം പറ്റിയതായിക്കൂടെ? ഇതൊക്കെ നമുക്ക് വെറുതെ ആശ്വസിക്കാൻ പറയാവുന്നേ ഉള്ളൂ. അല്ല മോളെ, സംശയങ്ങളൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയാ. അതിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല.
അവന്റെ അമ്മയല്ലേ മോളെ ഞാൻ. എനിക്കിങ്ങനെ വെന്തുരുകി ജീവിക്കാൻ വയ്യ മോളെ. ഞാനിത് സുധിയോട് പറയാം അമ്മേ. പറഞ്ഞാൽ മാത്രം പോരാ, മോൾ അവനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവൻ അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചികിത്സയും ഉണ്ടാവില്ലേ? നമ്മളതിന് ശ്രമിക്കണ്ടേ? അല്ലാതെ അവന്റെ വാക്കും കേട്ട് വിഷമിച്ചിരിക്കണോ വേണ്ടത്? ദേ, മോള് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മ പറയുന്നത് ശരിയല്ലേ മോളെ? ഞാനൊന്ന് സുധിയോട് സംസാരിക്കട്ടെ. ആ, മോള് ചെല്ലേ. ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഉടനെ നല്ലൊരു ഡോക്ടറെ കാണണം. എന്തോ ഒരു ഗൂഗിൾ സെർച്ച്. ആ, ഒരു ബ്രാഞ്ച് തപ്പുമായിരുന്നു. ഞാനെന്നാ കിടക്കട്ടെ. ആ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. റോസ്മല. രേവതിക്ക് വന്ന മാറ്റം എന്നെ സന്തോഷിപ്പിക്കുന്നത്. അവള് ചെയ്തത് ഒരു പ്രായച്ചിത്തം കൂടിയാ. അച്ചുവേച്ചിയുടെ ഫോൺ അന്നെടുത്ത് അച്ഛൻ്റെ കൊടുത്തത് അവളല്ലേ? അച്ചുവേച്ചി, മോളെന്താ ഇങ്ങോട്ട് പോകുന്നത്? നാളെ അച്ചുവേച്ചി പോവല്ലേ? ഞാനിന്നിവിടെ കിടന്നോട്ടെ. ഞാൻ താഴെ കിടന്നോളാം. നീ എന്തേ കാണിക്കുന്നത്? ഞാനിന്ന് നിങ്ങളുടെ കൂടെ കഴിഞ്ഞോട്ടെ. നീ എന്തിനാ നിലത്ത് കിടക്കുന്നത്? നിന്റെ മുറി ചെന്ന് കിടക്ക്. നീ നിലത്തൊന്നും കിടക്കണ്ട, ഇവിടെ വന്ന് കിടക്ക. അച്ചുവേച്ചി അത് ആഗ്രഹിച്ചതാ മോളെ. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എൻ്റെ അനിയത്തിമാർക്കൊപ്പം ഒരു രാത്രി കഴിയണമെന്ന്. എൻ്റെ മനസ്സറിഞ്ഞ് മോള് വന്നു. വാ, വന്ന് കിടക്ക്. അച്ചുവേച്ചിയുടെ ഇരുവശത്തും ഇന്ന് രാത്രി നിങ്ങളുണ്ടല്ലോ. എനിക്ക് സന്തോഷമായി. ഞങ്ങളെ വിട്ട് അച്ചുവേച്ചി ഒരിടത്തും പോണ്ട. പോണം മോളെ. അച്ചുവേച്ചിയുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാവുമെന്നറിയില്ല. ഇനി എന്ന് കാണും അച്ചുവേച്ചി? ഇനി നിങ്ങൾ എന്നെ കാണുമെങ്കിൽ കൂടെ എൻ്റെ കുഞ്ഞും ഉണ്ടാവും. കുഞ്ഞില്ലെങ്കിൽ ആരും എന്നെ കാണില്ല. അച്ചുവേച്ചി പിന്നെ ഉണ്ടാവില്ല മക്കളെ. അച്ചുവേച്ചി, ചായ. ആ, ഇന്ന് ഹോളിഡേ അല്ലേ? രാവിലെ സുധി എവിടേക്കാ? നമുക്ക് ഉയരത്തേക്കൊന്ന് പോവാം. ഞാനത് സുധിയോട് പറയാതിരിക്കുകയായിരുന്നു. നിരഞ്ജന വേഗം ഒന്ന് ഡ്രസ് ചെയ്യേ. നമുക്കൊരു 10 മണിയായിട്ട് പോവാം. പറ്റില്ല, നമ്മൾ ഉടൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. പെട്ടെന്ന് റെഡിയായി താഴേക്ക് വരും. എന്താ ഇത്ര തിടുക്കം? ചായ പോലും കുടിച്ചില്ല. മനസ്സിലെന്താന്ന് ആർക്കും അറിയില്ലല്ലോ. അമ്മേ, ആ, നിങ്ങളിതെങ്ങോട്ടാ? വീട് വരെ പോവാമേ. ഇത്ര നേരത്തെയോ? കാപ്പി കഴിച്ചിട്ട് പോവാം. ഞാനിത് സുധിയോട് പറഞ്ഞതാ. നിരഞ്ജന വാ. നീ അവിടെ നിൽക്കുമോളെ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരമൊക്കെ വന്നിട്ട് അന്നേരം എനിക്കും പറയാൻ വിശേഷങ്ങളുണ്ടാവും. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാമേ.
ഇറങ്ങുന്നില്ലേ? ആ ഇല്ല, ഇറങ്ങിയാൽ ലേറ്റാവും. നിരഞ്ജന അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മതി. ഊണ് കഴിക്കാൻ വരില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. സുഹൃത്തിനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ. ശരി, ബൈ. ബൈ. ശ്രുതി എന്താ മോളെ ഇറങ്ങാതെ പോയത്? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. മോൾ കൂടി പോകാമായിരുന്നില്ലേ? ഞാൻ ചെല്ലുന്നതിന് ശ്രുതി വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ബാ മോളെ. അച്ചുവേച്ചി, മോള് നന്നായിട്ട് പഠിക്കണം. അടുത്ത വർഷം ചിറ്റപ്പൻ നിന്നെ ഏതെങ്കിലും കോളേജിൽ ചേർക്കും. അച്ചുവെച്ച് പോയാലും മോള് തനിച്ചാവില്ല. രേവതി ചേച്ചിയില്ലേ? ഇനി നമ്മൾ കാണില്ലേ അച്ചുവേച്ചി? നമ്മൾ വീണ്ടും കാണും മോളെ, കണ്ടേ തീരൂ. നമ്മളെ കൂടപ്പിറപ്പുകളല്ലേ, നമ്മളെ അകറ്റാൻ ആർക്കും കഴിയില്ല. എനിക്ക് എന്റെ അച്ചുവേച്ചി കാണണം, കുഞ്ഞിനെ കാണണം. കാണും മോളെ. ഇവളുടെ പഠിപ്പിന്റെ കാര്യം നീ നോക്കണേ മോളെ. ഞാൻ ഇവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അച്ചുവെച്ച് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്പിളിക്ക് വേണ്ടി നിന്റെ അക്കൗണ്ടിൽ പണം ഇട്ടുതരും. അങ്ങനൊന്നും പറയില്ലേ അച്ചുവേച്ചി. അച്ചുവേച്ചിക്ക് ഒരു അബദ്ധം വരില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും. അച്ചുവേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കളയും. മോളെ, അങ്ങനൊന്നും പറയില്ല മോളെ. എന്നെ പോലല്ല നിങ്ങള്. അർച്ചനെ, അമ്മ വിളിക്കുന്നു. അച്ചുവേച്ചി പോണ്ട, ഞങ്ങൾ അച്ചുവേച്ചി വിടില്ല. ചേട്ടാ, ഈ റോസ്മലയിലേക്കുള്ള വഴി ഏതാ? വഴിയൊക്കെ ഇത് തന്നെയാണ്. ഭൂമി വാങ്ങാൻ വന്നാണോ? അല്ല, അവിടെ ഒരാളെ കാണാൻ വന്നത്. അവിടേക്ക് നിങ്ങളുടെ കാറൊന്നും പോവില്ല. അപ്പൊ അടുത്തൊന്നും അല്ലേ? നല്ല കഥ. കാട്ടിലൂടെ 10-15 കിലോമീറ്റർ പോകണം. പിന്നെ എങ്ങനെ അവിടെ പോകാൻ പറ്റുക? അതിനായി ജീപ്പ് കിടക്കുന്നത്. സാറിൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് ജീപ്പിൽ പോവാം. എങ്കിൽ റോസ്മല വരെ പോവാം. 8 പേരെങ്കിലും ഇല്ലാതെ അങ്ങോട്ട് പോകത്തില്ല. സാറ് വെയിറ്റ് ചെയ്യും. ഓട്ടം വിളിച്ചപ്പോഴൂടെ? അതിനെന്താ, കയറിക്കോളൂ. ഇങ്ങനെ സ്ഥലങ്ങളുണ്ടോ? ഉണ്ട് സാറേ, ആളുകൾ ഇവിടെയും ജീവിച്ചു പോകുന്നു. ഓ, ആശ്വാസം. റേഞ്ച് ഉണ്ടല്ലോ. മലയായതുകൊണ്ട് എല്ലായിടത്തും റേഞ്ച് ഉണ്ട് സാറേ. എന്താടാ? എന്താണെന്നോ? നീ അത് മറന്നോ? നീ എവിടെയാണ്? ആ, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറയടാ. ഇന്നൊരു പെൺകൊച്ചിനെ കാണാൻ പോകുന്ന കാര്യം നീ മറന്നോ? സോറി ശബരി, എനിക്ക് വരാൻ പറ്റില്ലടാ. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഹലോ ശബരി. റോസ്മലയിൽ എന്തിനാ സാറേ പോകുന്നത്? രാജപ്പൻ എന്നൊരാളെ അറിയുമോ? ഡ്രൈവറാ.
അറിയാം. അയാളൊരു ലോറി ഡ്രൈവർ അല്ലേ? അതെ, അത് തന്നെയാ. അയാളുടെ വീട് അറിയോ? വീടൊക്കെ അറിയാം. ഓട്ടത്തിന് പോയിട്ടുണ്ട്. അയാൾ ഇവിടെ താമസത്തിന് വന്നിട്ട് എത്ര കാലമായി കാണും? കുറച്ച് മാസമേ ആയുള്ളൂ. വീട്ടുകാരെയൊക്കെ അറിയാവോ? ഒരു പെങ്കൊച്ചിനെ അറിയാം. അത് പഠിക്കാൻ പോകുന്ന ജീപ്പിലാ. വേറെ ആരെ അറിയില്ല. ജീപ്പ് വന്നു. അവളോട് ഇറങ്ങി വരാൻ പറ. മോളെ അർച്ചനെ, ഇറങ്ങട്ടെ മക്കളെ. കരയില്ലേ മോളെ? അച്ചുവെച്ച് പ്രസവത്തിനല്ലേ പോകുന്നത്? എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ വീണ്ടും കാണും. അവളോട് ഇറങ്ങി വരാൻ പറടി. മുറ്റത്ത് ജീപ്പ് കണ്ടാൽ ആൾക്കാർ കയറി വരും. എന്തിനാണ് നിന്ന് മോങ്ങുന്നേ? നിന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? നിങ്ങൾ എന്തിനാ പെണ്ണോട് തട്ടിക്കയറുന്നേ? നാണക്കേടുണ്ടാവുന്ന കുടുംബം രക്ഷിക്കാൻ നോക്കുമ്പോഴാ അവളുടെ ഒരു കണ്ണീരും പിഴിച്ചിലും. ആ പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോ വിവരങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവൾക്ക് തിരുവനന്തപുരത്ത് ഒരു തുണിക്കടയിൽ ജോലി കിട്ടി പോയെന്ന് വേണം പറയാൻ. ഞാൻ കാരണം കുഞ്ഞമ്മ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. നന്ദികേട് കാണിച്ചവളാ ഞാൻ. എന്നോട് പൊറുക്കണം മോളെ. നീ എന്തൊക്കെ ചെയ്താലും നിന്നെ വെറുക്കാൻ എനിക്ക് കഴിയും മോളെ. നിന്നെ ഞാൻ ശപിച്ചിട്ടും രാഗിട്ടും ഉണ്ട്. അന്നേരത്തെ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നിന്റെ മനസ്സ് എനിക്കറിയാം. ഈ പരീക്ഷണം കൂടെ കഴിഞ്ഞ നീ രക്ഷപ്പെടും. പോയിട്ട് വാ. 4 മാസം കഴിഞ്ഞാ തിരിച്ചു വരാല്ലോ. ചിറ്റപ്പൻ എന്നോട് ഞാൻ പൊറുക്കാം. ചെല്ലുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ഞാൻ അനുസരണക്കേട് കാണിക്കാതെ നിന്നോളാം. എന്നാ പിന്നെ ഇറങ്ങാം. കുഞ്ഞമൂടി വരാന്ന് കരുതിയതാ. ചിറ്റപ്പൻ ആ വഴി ഓട്ടത്തിന് പോ. ഉടനെ ഞാൻ വന്നോളാം കേട്ടോ. ഇറങ്ങട്ടെ മോളെ. വാ, അയൽക്കാർ കൂടുന്നതിന് മുമ്പ് പോണം. വാ. വേഗം ഒന്ന് കേറ്. കുഞ്ഞമ്മ ചേച്ചി ഒന്ന് കേറുന്നുണ്ടോ? കേറ് മോളെ. ചേച്ചി പോണ്ട ചേച്ചി. ചേച്ചി 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 പോലെ. ചേച്ചി 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 പോയി. ഇവിടെയെങ്കിലും കടയൊന്നും ഇല്ലടോ. കുറച്ച് പോണം സാറേ. ഏതെങ്കിലും കടയുടെ അടുത്തൊന്നും നിർത്തണേ. എനിക്കൊരു കുപ്പി വെള്ളം വാങ്ങാനാണ്. അതപ്പുറത്തുനിന്ന് വാങ്ങാം സാറേ. ഒരു ബോട്ടിൽ വെള്ളം വേണം.